സംസ്ഥാനത്ത് മഴ ഇനിയും കനക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വേനലിൽ വലിയൊരാശ്വാസമായി മഴ എത്തിയെങ്കിലും മഴ മൂലമുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഗുഡ് മോർണിംഗ് ന്യൂസിൽ കടക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ രാത്രിയിലും തുടരുകയാണ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചേക്കും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ദുരിതബാധിത സ്ഥലങ്ങളിൽ സഹായമെത്തിക്കാൻ NDRF സംഘം ഇന്ന് കേരളത്തിലെത്തും. 5 സംഘങ്ങളാണ് തമിഴ്നാട്ടിലെ ആരക്കോണത്ത് നിന്നും സംസ്ഥാനത്ത് എത്തുന്നത്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സംഘം മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കും. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെയും നാശനഷ്ടങ്ങളുടെയും വിവരങ്ങളുമായി ചേരുകയാണ്. കൊച്ചിയിൽ ഡാനി പോളുണ്ട്, കോഴിക്കോട് അശ്വിൻ വല്ലത്തുണ്ട്, കണ്ണൂരിൽ മനു ഭരത്തുമുണ്ട്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, കൊച്ചിയിൽ ഇന്നലെ തന്നെ പകല് തന്നെ വലിയ രീതിയിലുള്ള വെള്ളം പലയിടങ്ങളിലും കയറുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ഒക്കെ ചെയ്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു. രാത്രി ഉടനീളം മഴയായിരുന്നോ? ഇപ്പോഴെന്താണ് സാഹചര്യം? കൂടുതലിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്നും? രേണുക, ഇന്നലത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരല്പം ആശ്വാസം എറണാകുളം ജില്ലയിലുണ്ട് എന്ന് പറയാം. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും രൂപപ്പെട്ടിരുന്നു. ഇന്നലെ അടിയന്തരമായ ഇടപെടലുകൾ പലയിടത്തും തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷം വെള്ളക്കെട്ടിൻ്റെ ഒരു രൂക്ഷത കാര്യമായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ പകൽ ഏതാണ്ട് ഉച്ചയ്ക്ക് മുതൽ രാത്രി വൈകോളം വലിയ രീതിയിലുള്ളൊരു മഴ എറണാകുളം ജില്ലയിൽ ലഭിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വീണ്ടും മഴ ലഭിച്ചത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ജില്ലയിൽ തുറന്നിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചി നഗരത്തിൽ PNT കോളനിയിലുള്ളവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 7ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്ന് അടുത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട്. പേരണ്ടൂർ കനാലിൻ്റെ സമീപത്ത് താമസിക്കുന്നതാണ് ഈ കോളനികൾ എന്ന് പറയുന്നത്. ഇവിടേക്ക് വളരെ പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് തിരിച്ച് കനാലിലേക്ക് വെള്ളം ഒഴുക്കി വിടുക, ആ രീതിയിലാണ് ഇന്നലെ അത് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നും മഴ കനക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് അവിടെ മാറ്റിയത്. അതോടൊപ്പം തന്നെ കളമശ്ശേരി മേഖലയിലും ഈ രീതിയിൽ 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ പെരിയാറിൻ്റെ കൈവഴിയോട് കൂടുതൽ അടുത്തുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരെയും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകൾ എവിടെയെങ്കിലും തുടങ്ങണമെങ്കിൽ ആ സ്ഥലങ്ങൾ കണ്ടെത്താനും വളരെ അടിയന്തരമായിട്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് തുറക്കേണ്ടി വന്നാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പറവൂരിലും അതോടൊപ്പം തന്നെ ആലുവയിലുമായിട്ട് 2 വീടുകൾക്ക് മുകളിലേക്ക് ചുമർഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ആളപായമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നും റെഡ് അലർട്ട് ആണല്ലോ ജില്ലയിൽ. പക്ഷേ ഡാനി, ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ നമുക്ക് മഴയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ജില്ലയുടെ മറ്റു മേഖലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ കൂടുതലും മഴ ലഭിക്കുന്നത്? അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാണ്? രേണുക, നമ്മൾ നഗരത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലൊരു മഴയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആകാശം മേഘാവൃതമാണ്. ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുള്ളതുപോലെ വളരെ ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുള്ളതുപോലെ തന്നെയാണ് ആകാശം.
പക്ഷേ വലിയ രീതിയിലൊരു മഴ എറണാകുളം നഗരത്തിനകത്ത് പെയ്യുന്നില്ല. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ ശക്തമായ മഴ ഇന്നലെ രാത്രി ലഭിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോഴും മഴ തുടരുന്നു എന്നതാണ്. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായിട്ട് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇവിടങ്ങളിലേക്കുള്ള യാത്ര, പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളുണ്ട്, ഇവിടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന ഇന്ന് ജില്ലയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ക്യാമ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയുള്ളത്. ഒപ്പം ഡാമുകൾ, ജില്ലയിൽ കേന്ദ്രീകരിക്കുന്ന ഡാമുകൾ, ഇതെല്ലാം കിഴക്കൻ മേഖലയിൽ തന്നെയാണ്. ഇവിടങ്ങളിലെ ജലവിധാനം അത് കൃത്യമായി രേഖപ്പെടുത്താനും അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഇത് തുറക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ അത്തരം വളരെ ക്ലോസായി നിരീക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ സമയവും കടന്നു പോകുന്നത്. രേണുക, ശരി. കൊച്ചിയിൽ നിന്നുമുള്ള വിവരങ്ങളാണ് ഡാൻ ഇപ്പോൾ നൽകിയത്. നമുക്കൊപ്പം ഇനി കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, അവിടെ എന്താണ് സാഹചര്യം? ദൃശ്യങ്ങളിൽ ഇപ്പോൾ അശ്വിൻ നിൽക്കുന്നയിടത്ത് എന്തായാലും മഴയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയൊക്കെ എന്തായിരുന്നു അവസ്ഥ? രേണുക, ഇന്നലെ രാത്രിയും ഒറ്റപ്പെട്ട മഴ പെയ്തു എന്നതൊഴിച്ചാൽ കോഴിക്കോട് മഴ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. കാലവർഷം അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതൊക്കെ ആവാം കാരണം. ഇന്ന് ശക്തമായ മഴയുണ്ടാവുമെന്ന് പ്രവചനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു രീതിയാണ് കോഴിക്കോട് പൊതുവെ. തീരമേഖലയിലും മഴ വിട്ടു നിൽക്കുന്നു. മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉള്ളൂ. എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാലും അലേർട്ടിന്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം വല്ലതും ഉണ്ടായാൽ വീട് മാറാനൊക്കെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിന് ആവശ്യമായ ക്യാമ്പുകൾ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മഴ കൺട്രോൾ റൂമുകളും കലക്ടറേറ്റ് കേന്ദ്രീകരിച്ച് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആ തരത്തിൽ കാലവർഷം ശക്തിപ്പെട്ടിട്ടില്ല. മഴ ശക്തമായ രൂപത്തിലേക്ക് മഴ മാറിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച്, അത്തരം പ്രവചനങ്ങളൊക്കെ അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമായുള്ള സാഹചര്യമുണ്ട്. പൊതുവെ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അശ്വിൻ, മലയോര മേഖലകളിലും അത് തന്നെയാണോ അവസ്ഥ? മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു ഒഴിച്ചാൽ ഇന്ന് രാവിലെയും മലയോര മേഖലയിലൊന്നും എവിടെയും മഴയോ അത്തരത്തിൽ ശക്തമായ കാറ്റോ മഴയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കൂടിയും ഇനി മഴ ശക്തമാവുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റും അതേപോലെ ഇടിമിന്നലും ഒക്കെ തന്നെ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിലും ഈ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ജാഗ്രത പാലിക്കുന്നത് ഒഴിച്ചാൽ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ എവിടെയും തന്നെ ഇല്ല. ഒറ്റപ്പെട്ട മഴ പെയ്തത് അതും ഇന്നലെ രാത്രിയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷത്തോടുകൂടിയൊക്കെ മഴ ശക്തമായുള്ള ഒരു സാധ്യത. ശരി, എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴയിലേക്ക് മാറാം എന്നുള്ളതാണ് സാഹചര്യം. വളരെ പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതുതന്നെയായിരുന്നു സ്വഭാവം. മനു കൂടിയുണ്ട് കണ്ണൂരിൽ നിന്നും. മനു, ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എറണാകുളത്തും ഇപ്പോൾ കോഴിക്കോടും ശക്തമായ മഴ എവിടെയും ഇല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂരിലെ സാഹചര്യം എന്താണ്? രേണുക, കണ്ണൂരിലും സമാനമായ സാഹചര്യം തന്നെയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരുന്നതെങ്കിലും ഇതുവരെയും മഴ തുടങ്ങിയതായി കാണുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണൂർ നഗരത്തിലാണ്. ഇവിടെ ആകാശം മേഘാവൃതമാണ് എന്നതൊഴിച്ചാൽ മഴയുടെ ലക്ഷണങ്ങൾ അതുമാത്രമേ ഉള്ളൂ. ഏതായാലും ജില്ലാ ഭരണകൂടം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ കലക്ടറേറ്റിലും അതുപോലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി എം.വി. ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. ജില്ലാ ദുരന്ത നിവാരണ സമിതി ചേരുകയും ജില്ലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഏതായാലും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ, അതുപോലെ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയെല്ലാം താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലയിലെ 10 ഫയർഫോഴ്സ് സ്റ്റേഷനുകൾ ആവശ്യമായ സജ്ജീകരണങ്ങളുമായി വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയതായും ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കണ്ണൂരിൽ കൊട്ടിയൂർ ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത്
ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കിയതായി ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായി. കണ്ണൂരിൽ ഇന്നാണ് റെഡ് അലർട്ട്, നാളെയൊക്കെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204.5 മില്ലിലിറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് ഇവിടുന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ മലയോര മേഖലകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്ന ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ തന്നെ മനു, നമുക്കറിയാം നേരത്തെയൊക്കെ വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുണ്ട്. ആ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും മുൻകരുതലുകളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഇപ്പോഴത്തെ നിലയിലുണ്ടോ? ഉണ്ടായാൽ പെട്ടെന്ന് മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതുപോലെ സ്വകാര്യ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ ബോർഡുകൾ, തൂണുകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ജില്ലാ ഭരണകൂടത്തിന് നൽകണം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികളിലോ ജലാശയങ്ങളിലോ പോകുകയോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവുക, കുളിക്കാൻ ഇത്തരം ജലാശയങ്ങളിൽ ഇറങ്ങുക തുടങ്ങിയത് ഒഴിവാക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അണക്കെട്ടിൻ്റെ സമീപത്ത് താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഴയെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലയിൽ നടന്നിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിൽ രാത്രി സഞ്ചാരം ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ശരി, എന്തായാലും സംസ്ഥാനത്ത് കടുത്ത ജാഗ്രതയാണ്. 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ റെഡ് അലർട്ട് ഉള്ള എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരിലും മഴ ശക്തമല്ല, മേഘാവൃതമായ അന്തരീക്ഷം എന്നത് മാത്രമാണ് നമ്മളുടെ പ്രതിനിധികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാവുന്ന ഒരു സാഹചര്യവും ഈ ജില്ലകളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് പത്തനാപുരം ജില്ലയിലാണ്. പത്തനാപുരം ജില്ലയിൽ അതിശക്തമായ മഴയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനാപുരത്ത് നിന്നുമുള്ളതാണ്. അവിടെ നോക്കൂ, മരമൊക്കെ മറിഞ്ഞ് അപകടങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോൾ പത്തനാപുരത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. റെഡ് അലർട്ടിൽ വരുന്ന ജില്ലയല്ല എങ്കിൽ പോലും അവിടെ അതിശക്തമായ കൊട്ടാരക്കരയിലും ശക്തമായ മഴ പെയ്യുന്നു. വലിയ ജാഗ്രതയിലാണ് സംസ്ഥാനം. മലയോര മേഖലയിൽ ഒക്കെയും കനത്ത ജാഗ്രതയുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. NDRF സംഘം സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. 2 പ്രളയം കണ്ട നാടാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുള്ള ഏത് സാഹചര്യവും നേരിടാനുള്ള തരത്തിലുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേരുകയും സ്ഥിതി വിലയിരുത്തുകയും ചെയ്തതാണ്. മഴ പ്രതീക്ഷിച്ചിരുന്നു. അത് കണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാനത്തുണ്ട്. ജാഗ്രത പാലിക്കണം. ഇപ്പോൾ റെഡ് അലർട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ശക്തമായ മഴയില്ല എങ്കിൽ പോലും അധികൃതർ നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജാഗ്രതകളും പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നതാണ് അറിയിപ്പ്. 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും എന്നതാണ് മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ ജാഗ്രത തുടരണം. വാർത്തകളിലേക്ക് വീണ്ടും. തൃക്കാക്കര ആവേശം. പ്രചാരണാവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം 3ാം റൗണ്ടിലേക്ക്. LDF, UDF സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കും. LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പര്യടനം മുന്നണി കൺവീനർ EP ജയരാജനും UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പര്യടനം KPCC പ്രസിഡന്റ് K സുധാകരനും ഉദ്ഘാടനം ചെയ്യും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രവും വ്യക്തമാകും. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നു എന്നതാണ്. എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഇതിന് മുൻപ് പത്രിക നൽകി ആരൊക്കെ പിൻവലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്?
രേണുക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ അവസാന പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഇന്ന്. 18ഓളം സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാന കക്ഷികളുടേതുൾപ്പെടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം ഉണ്ടാവുകയുള്ളൂ. ആരെല്ലാം പത്രിക പിൻവലിക്കും എന്നത് സംബന്ധിച്ച് ഒരു ചിത്രം ഉച്ചയ്ക്ക് ശേഷമേ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും സ്ഥാനാർത്ഥികളുടെ തൃക്കാക്കരയിലെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടനം മൂന്നാം റൗണ്ടിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഉമാ തോമസിന്റെ പര്യടനം ആരംഭിക്കുന്നത് വൈകിട്ടാണ്. അവർ വൈകിട്ട് KPCC പ്രസിഡന്റ് കെ സുധാകരനാണ് ഉമാ തോമസിന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്യുക. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പര്യടനം 7 മണി അല്പസമയത്തിനകം ആരംഭിക്കും. ഇടതുമുന്നണി കൺവീനർ EP ജയരാജനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നിരവധി നേതാക്കൾ, നമുക്കറിയാം CPMന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അല്പസമയത്തിനകം എത്തിച്ചേരും. ഏതായാലും ഇപ്പോൾ M സ്വരാജ് ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇന്നത്തോടുകൂടി മൂന്നാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ പൊതു പര്യടന പരിപാടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇതിനോടകം പ്രധാനപ്പെട്ട ടൗണുകളും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥി എത്തുന്നത് അസാധ്യമാണ്. എങ്കിലും കഴിയാവുന്നത്ര വീടുകളിലുമെല്ലാം സന്ദർശനം നടത്തിയ ശേഷമാണ് പൊതുപര്യടനത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും നാൾ ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന അനുഭവമാണ്, പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും സ്ഥാനാർത്ഥിക്കും ഇടതുമുന്നണി പ്രവർത്തകർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ നാടാകെ സ്ഥാനാർത്ഥിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകത, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിനോടകം ജോ ജോസഫ് പ്രിയങ്കരനായ ഡോക്ടറായി മാറി എന്നതാണ്. ഈ നാടിൻ്റെ ഡോക്ടറായി, ഈ നാടിൻ്റെ ഭാവിയിലെ പ്രതിനിധിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള സന്നദ്ധതയിൽ തയ്യാറെടുപ്പിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അത് സൂചിപ്പിക്കുന്നതാണ് ജനങ്ങളുടെ പ്രതികരണം. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ 2020യുടെ ഒരു പിന്തുണ LDFന് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇന്നലെ അവർ ഒരു പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ നിലപാട് ഇന്നത്തോടുകൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ കേരളിനെ ഉൾപ്പെടെ ശക്തമായി വിമർശിക്കുന്നുമുണ്ട്. അല്ല, അവരവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണെങ്കിലും 2020 ആണെങ്കിലും മുൻപോട്ട് വെച്ച ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ളതും അതുപോലെ തന്നെ പ്രൊഫഷണലുകളും വിദ്യാസമ്പന്നരുമൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാതിരിക്കാനാവില്ല. കാരണം ദ്രുതഗതിയിലുള്ള വികസനമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ മേഖലയിലും. അതോടൊപ്പം തന്നെ ഡോക്ടറാണ് സ്ഥാനാർത്ഥി. ഈ നിലയിലെല്ലാം ഇവർ ഇന്നലകളിൽ പറഞ്ഞിരുന്ന നിലപാടിനോട് ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിനാണുള്ളത്. അതുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ച നിലപാടുകളിൽ അവർ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കേണ്ടി വരും. ഇടതുപക്ഷമാണ് അവർക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഏക മുന്നണി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ സാബു ജേക്കബ് കേരളിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്നലെ പ്രസംഗിച്ചിരുന്നത്. അല്ല, കേരളിനോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പ്രകടിപ്പിച്ചോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഭാവിയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് കേരളയിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അദ്ദേഹം ഒരു വ്യവസായിയാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായതുകൊണ്ടാണ് കേരളത്തിലിപ്പോൾ പവർ കട്ടില്ലാത്തത്, ലോഡ് ഷെഡിംഗ് ഇല്ലാത്തത്. മുൻപ് UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. അപ്പോൾ വ്യവസായങ്ങൾക്ക് 100% പവർ കട്ടുള്ള UDFൻ്റെ ഭരണം വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള വ്യവസായികൾക്കും സാധാരണക്കാർക്കും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒന്നും ഇല്ലാത്ത കേരളം ഉണ്ടാവണമെന്നേ ആഗ്രഹിക്കാൻ കഴിയൂ. അതിന് ഇടതുപക്ഷം വരണം എന്നത് ചരിത്രാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാനാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുതന്നെ ആയിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. അത് വികസനത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവും ഒക്കെ കാരണമാണ്. വളരെയധികം നന്ദി ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. വലിയ പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി ഈ 2020യുടെ വിഷയത്തിൽ വെച്ചു പുലർത്തുന്നത്. ഏതായാലും ജോ ജോസഫ് സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി അല്പസമയത്തിനകം ഇവിടെ എത്തും. ആദ്യ റൗണ്ടുകൾ, അതായത് വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രചാരണം, അതിനുശേഷം കവലകളും ഗൃഹങ്ങളും സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചാരണം. ഈ പ്രചാരണത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ പര്യടനത്തിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രി കൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി തൃക്കാക്കരയിൽ ഉണ്ട്. 23-ാം തീയതി മുതൽ മുഖ്യമന്ത്രിയുടെ പൊതു റാലി ആരംഭിക്കുകയാണ്. 5 ദിവസമാണ് മുഖ്യമന്ത്രി റാലി നടത്തുക. ഒരു ദിവസം 2 റാലികൾ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഏതായാലും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ.
രേണുക. സുവി വിശ്വനാഥാണ് അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ നൽകിയത്. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നതോടെ അന്തിമ ചിത്രമാകും. ഒപ്പം 3ാം റൗണ്ടിലേക്ക് പര്യടനം മാറുന്നു, മണ്ഡല പര്യടനം ആരംഭിക്കാനിരിക്കുന്നു തുടങ്ങിയവയാണ് സുവി അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് തന്നെ പോകാം. രാഷ്ട്രീയ സഖ്യം പ്രഖ്യാപിച്ചതിലൂടെ കേരളത്തിൽ ഒരു ബദൽ നീക്കത്തിനാണ് ആം ആദ്മി പാർട്ടിയുടെയും 2020യുടെയും ശ്രമം. സംസ്ഥാന വ്യാപകമായി സഖ്യം ശക്തിപ്പെടുത്തുന്നതിലൂടെ 4ാമതൊരു രാഷ്ട്രീയ ചേരി കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. തൃക്കാക്കരയിൽ മത്സര രംഗത്തില്ലെന്ന് പ്രഖ്യാപിച്ച പുതിയ കൂട്ടായ്മ ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നത് പ്രസക്തമാണ്. ആദ്യഘട്ടത്തിൽ വലിയ നീക്കങ്ങൾക്കൊരുങ്ങിയ ആം ആദ്മി പാർട്ടി കേരളത്തിൽ കാര്യമായ വേരോട്ടമുണ്ടാക്കിയില്ല. ചില മേഖലകളിൽ കാര്യമായ വോട്ട് വിഹിതം നേടിയെങ്കിലും എവിടെയും നിർണായക ശക്തിയായില്ല. കുന്നത്തുനാട് നിയോജക മണ്ഡലമാണ് 2020യുടെ ശക്തി കേന്ദ്രം. 4 പഞ്ചായത്തുകൾ 2020 ഭരിക്കുന്നു. കൂടുതൽ ഇടങ്ങളിലേക്ക് കടക്കുക ഇവരുടെയും ലക്ഷ്യമാണ്. പുതിയ കൂട്ടായ്മ നിലവിൽ വരുന്നതോടെ സംസ്ഥാന വ്യാപകമായി ബദൽ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്ത പരിപാടിയിലെ ജനപങ്കാളിത്തം പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. മുന്നണി രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുള്ള കേരളത്തിൽ ഡൽഹിയുടെയും പഞ്ചാബിന്റെയും ചിത്രം ചൂണ്ടിക്കാട്ടിയാവും ഇവരുടെ നീക്കം. പുതിയ സഖ്യത്തിൽ മുഖ്യധാര രാഷ്ട്രീയ മുന്നണികളിൽ പെടാത്ത ചെറുകക്ഷികളുടെ പിന്തുണയും ഇവർ തേടുന്നു. പുതിയ സഖ്യത്തിൽ ഇരു പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച പുതിയ കമ്മിറ്റികളും നിലവിൽ വരും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2020യും ആം ആദ്മി പാർട്ടിയും മത്സരരംഗത്തില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നതിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 തൃക്കാക്കര. അന്തരിച്ച MLA PT തോമസിനെതിരെ MM മണി. ഇടുക്കിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് PT തോമസ് ഇടുക്കി വിട്ടത്. തൃക്കാക്കരക്കാർ PTയെ ചുമക്കുകയായിരുന്നു. സഹാനുഭൂതിയും ചാരവും കൊണ്ടു നടന്നാലും UDF വിജയിക്കില്ലെന്ന് MM മണി ന്യൂസ് 18നോട് പറഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയിരിക്കുകയാണ് MM മണി. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. പല വിഷയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിൽ. ഇപ്പോൾ UDF പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് PT തോമസുമായിട്ടുള്ള ഒരു സംഭവം. അതായത് സൗഭാഗ്യമാണ്, തൃക്കാക്കരക്കാർക്കൊരു സൗഭാഗ്യമാണ് ലഭിച്ചത് എന്നതിനെ ആഘോഷമായി CPM കാണുന്നു എന്നാണ് ഉമ്മ തോമസിന്റെ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണവും വന്നിരിക്കുന്നത്. അത് അവർ ചുമ്മാ ദുഷ്ട ചെയ്യണ്ട. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിയിരുന്നാൽ തൃക്കാക്കരക്കാർക്ക് ഒരു ഗുണം ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ഡോക്ടറെ ജയിപ്പിച്ചാൽ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ PT തോമസ് മരിച്ചത് നന്നായി എന്നുള്ള മനുഷ്യൻ വല്ലതും പറയുമോ? ഉമ്മ അവർ വിവരക്കേട് പറയുന്നത്. ഉമ്മ സതീശനും അതെ, ഉമ്മ പറഞ്ഞെങ്കിൽ അവരും അത് തന്നെ. അതിനൊന്നും ഒരു കാര്യമില്ല. ഓ പിന്നെ ആത്മാവ് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ PT തോമസിനെ പറ്റി? PT തോമസ് അവിടെ MPയും MLA ഒക്കെ ആയിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം അവിടെ നിന്ന് അവസാനം ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അതൊക്കെ വിവാദത്തിന് ഞാനില്ലാത്തതുകൊണ്ട് പറയാത്ത അതാ. അവിടെ ഇറങ്ങി നടക്കാൻ മേലാത്ത സാഹചര്യം പുള്ളി ഉണ്ടാക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ടും മാധവ ഗാർഗിൽ റിപ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന് ഇല്ലാത്ത പ്രശ്നമായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ പിന്നെ തൃക്കാക്കരക്കാർ ചുമന്നു. നിങ്ങളുടെ ഒരു ഗതികേട് എന്തു പറയാനാ? ചാരവും കൊണ്ട് നടന്ന് വോട്ട് പിടിച്ചു. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ചാരവും കൊണ്ട് നടന്നു. ഇന്ദിരാഗാന്ധി മരിച്ചതൊക്കെ തന്നെ അന്ന് തന്നെ അതൊരു വിവാദമാണ്. സുവർണക്ഷേത്ര ആക്രമണം നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സിഖുകാരായ 2 പട്ടാളക്കാരെ വെച്ചതൊക്കെ അന്ന് തന്നെ വിവാദമാണ്. അതിനിപ്പം നമുക്ക് പ്രസക്തിയില്ലല്ലോ. അത് കഴിഞ്ഞു രാജീവ് ഗാന്ധി വന്നു. അദ്ദേഹം മരിച്ചപ്പോഴും ചിതാഭസ്മവും കൊണ്ട് നടന്നു. എന്ത് നടന്നു ഇവിടെ? ഇപ്പം എവിടെ എത്തി? ഈ VD സതീശൻ്റെയും ഒക്കെ പാർട്ടി പരമദയനീയമാണല്ലോ. അതുകൊണ്ട് ഈ സഹാനുഭൂതി പറഞ്ഞോ ഒന്നും വോട്ട് പിടിക്കുന്നതിലല്ല കാര്യം. ഈ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കുറേ ദിവസമായിലൂടെ വന്നിട്ട് ഞാനൊരു 1000കണക്കിന് കുടുംബങ്ങളിൽ പോയിട്ടുണ്ടാവുന്നു. ഇതാണ്. അതുകൊണ്ട് സഹാനുഭൂതി ചാരം ഇതും കൊണ്ടൊന്നും നടന്നൊരു വലിയ കാര്യമൊന്നുമില്ല. PT തോമസിനെ പറ്റി ഒരുപാട് കാര്യം പറയാൻ അറിയാവുന്ന ആളാണ് MM മണി.
എനിക്ക് നേരിട്ട് അനുഭവമുള്ള കേസുകളും ഉണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊന്നും പറയുന്നില്ല. KV തോമസ് വന്നത് LDFന് ഒരു ഗുണമാവുമെന്നാണ്. നിശ്ചയമായും ഗുണമാകുമല്ലോ, അദ്ദേഹം അടുത്തല്ലോ. അതാണ് അദ്ദേഹം കോൺഗ്രസ് വികസന നയങ്ങൾക്കെതിരാണ്, LDFിൻ്റെ വികസന നയങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ആ സെമിനാറിൽ വന്നത് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന. അതുകൊണ്ട് തന്നെയാണിപ്പോൾ ഇവിടെ കൺവെൻഷനും വന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കി. ഞാൻ പറയാം, ഇവിടുത്തെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ഇവിടെ എറണാകുളം ജില്ലയിലെ പാർട്ടിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളിയെ വേർപെടുത്തി കാണിക്കാൻ പറ്റുമോ? കേന്ദ്രമന്ത്രി എത്ര സാധനങ്ങൾ വഹിച്ച ആളാണ്. കോൺഗ്രസ്സുകാരനായി തന്നെയാണ് LDF കൺവെൻഷനിലും പങ്കെടുക്കുന്നത്. ആയിക്കോട്ടെ തന്നെ, അത് കുറവല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമോ. VD സതീശൻ്റെ കാഴ്ചപ്പാടല്ല, സുധാകരൻ്റെ കാഴ്ചപ്പാടല്ല അങ്ങേർക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് എന്നോർത്ത് അജാഗ്രത പാലിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ പ്രവർത്തകരോട് ഞങ്ങൾ പറയുന്നത്. സജീവമായി നിൽക്കണം. ഡോക്ടർ ജോസഫിന് അനുകൂല സാഹചര്യമാണ്. അവിടെ ആശങ്കയുടെ കാര്യമില്ല, അതുകൊണ്ട് പോക്കോ. വളരെയധികം നന്ദി ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ആശങ്കയുടെ കാര്യമില്ല, ജോസഫിന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. സഹതാപ തരംഗം ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് എന്നാണ് MM മണി പറയുന്നത്. ക്യാമറാമാൻ NR മനോജിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ. UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പോയത് റിക്ഷയിലായിരുന്നു. പെട്രോളിന് വില കൂടിയതിനാൽ ഇന്ന് സൈക്കിൾ യാത്രയ്ക്കും പ്രിയമേറിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ തിളച്ചുമറിയുന്ന എണ്ണവില വർധനവിനെക്കുറിച്ചുള്ള ചർച്ച നടക്കാം മെട്രോ സൈക്കിളിൽ. ഇന്ന് മെട്രോ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് ഞാൻ തനിച്ചല്ല, എനിക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അമരക്കാരൻ മുഹമ്മദ് ഷിയാസാണ് എനിക്കൊപ്പം ഇന്ന് മെട്രോ സൈക്കിളിൽ സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ പ്രസിഡന്റ്, നമുക്ക് സഞ്ചരിക്കാമല്ലേ? സഞ്ചരിക്കാം. അപ്പോൾ പ്രസിഡന്റ്, ഈ മെട്രോ സൈക്കിള് യാത്രക്കാർക്ക് വളരെ സഹായകരമാണല്ലേ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇത് വളരെ സഹായകരമാണ്. ഒന്ന്, സാമ്പത്തിക ചെലവുകൾ വളരെ കുറവാണ്, പെട്രോൾ ഡീസൽ ചെലവുകളില്ല, ആരോഗ്യം നന്നാവും, പിന്നെ മറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു നഗരമുണ്ടാകും. ഇത് കൂടുതൽ വ്യാപിപ്പിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് നഗരത്തിൽ. മെട്രോയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംവിധാനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് എളുപ്പത്തിൽ മെട്രോയിൽ വന്ന് സഞ്ചരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ഗുണങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് സൈക്കിളിലായിരുന്നു. എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഒരു തരത്തിലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഇന്ന് തകർത്ത് തരിപ്പണമായിരിക്കുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വില വർദ്ധിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അന്യായമായ വില വർധനവാണ്. ജനങ്ങളിൽ നിന്നും കൂടുതൽ ടാക്സുകൾ വാങ്ങി, ജനങ്ങളിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ജനങ്ങളുടെ ആ പ്രതിഷേധവും കൂടി കണക്കിലെടുത്താണ് ഞങ്ങളത് സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണ്. നിങ്ങൾക്കറിയാലോ, വൈറ്റില മേൽപ്പാലത്തിലുണ്ടായ ഞങ്ങൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇത് 110 രൂപയ്ക്കും 115 രൂപയ്ക്കും ഡീസലും പെട്രോളൊന്നും വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ നാട്ടിലെ സാധാരണക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും 600 രൂപ 500 രൂപ കൂലിപ്പണിക്ക് പോകുന്ന ആൾ 200 രൂപക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണം പോലും കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് ഒരു പ്രതിഷേധ സൂചകമായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു അതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സൂചകമാണ്. ഉമാ തോമസിനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി തീർച്ചയായും അത് പ്രകടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ പ്രതിഷേധത്തിലും ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ താനുണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഉമാ തോമസ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ പ്രതിഷേധമായി നടന്ന ആ സൈക്കിൾ റാലി എന്നുള്ളത് തന്നെ. പൊതുവെ തൃക്കാക്കര മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ പൊതുവെ UDFന് അനുകൂലമായ ഒരു മണ്ഡലമാണ്.
അങ്ങനെ പറയുമ്പോഴും ശക്തമായ മത്സരമുണ്ടോ? എന്താണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ഇപ്പോൾ? മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യമാണെന്നുള്ളത്. 35 വർഷക്കാലത്തിലധികമായി UDFിൻ്റെ ഒരു വലിയ ഉരുക്കുകോട്ടയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം UDFിന് എല്ലാ ബൂത്തുകളും സജീവമായ ബൂത്ത് കമ്മിറ്റികളുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. തൃക്കാക്കരയുടെ എല്ലാ വികസനത്തിനും, എറണാകുളത്തിൻ്റെ എല്ലാ വികസനത്തിനും നേരിട്ട് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും തൃക്കാക്കര പോലെ ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു പ്രദേശത്ത് അവർ നേരിട്ട് അനുഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. സ്വാഭാവികമായും ആ ഒരു നന്ദി ജനങ്ങൾ ഞങ്ങളോട് കാണിക്കും. അതുതന്നെ ഈ തവണയും അത് കൂടുതലുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. 6 വർഷക്കാലം ആയി അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊന്നും ഒരു തരത്തിലുള്ള സമീപനവും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഇത് കൊച്ചി മെട്രോയുടെ കീഴിലുള്ള സൈക്കിളാണ്. കാക്കനാട്ടേക്കുള്ള 2ാം ഘട്ട മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം, ആ നിർമ്മാണ പ്രവർത്തനം ഒരുപക്ഷെ അത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 6 വർഷക്കാലമായി ഭരണാനുമതി പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 3500 കോടി രൂപയ്ക്ക് തീരേണ്ട കൊച്ചി മെട്രോ റെയിലിൻ്റെ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട പ്രവർത്തനത്തിനുള്ള അനുമതി വാങ്ങിക്കാതെ 67,000 കോടി രൂപ ചെലവ് വരുന്ന കേരയിൽ എന്ന് പറയുന്ന വികസന പ്രവർത്തനം നടപ്പിലാക്കുമെന്ന് തൃക്കാക്കരക്കാരോട് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ അത് പറയുമ്പോഴേ ഈ ഭരണപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ കാക്കനാട്ടേക്ക് മെട്രോ റെയിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യുന്നില്ല. അങ്ങനെ സഹായം ചെയ്യാതിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ MP-മാർ ഇതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട സമയത്ത് വ്യവസായ മന്ത്രിയായ P. രാജീവ് തന്നെ ഹൈബി ഈഡനെതിരായി വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടായി. ഞങ്ങൾ അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ പാർലമെൻറ്റിനകത്ത് ഹൈബി ഉന്നയിച്ച സബ്മിഷനിലൂടെ ഉന്നയിച്ച കൊച്ചി മെട്രോയുടെ ഭരണ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം 2 പ്രസംഗങ്ങൾ ഞങ്ങൾ കൊടുത്തു. അർബൻ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം കൊടുത്ത കത്തുകൾ അദ്ദേഹം മന്ത്രി വന്നപ്പോൾ എറണാകുളത്ത് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും UDFിൻ്റെ വിജയിച്ച MP-മാരും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഇത് എത്രയോ നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാരിന് ഇതിനകത്ത് വിമുഖതയാണ്. സർക്കാർ ഇത് ചെയ്യാൻ തയ്യാറല്ല. സ്വാഭാവികമായും എത്രയോ അനുമതികൾ സർക്കാരിന് ലഭിക്കുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട്, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും എത്രയോ കോടി രൂപയുടെ പദ്ധതികളാണ്, ഭരണാനുമതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കൊച്ചി മെട്രോ റെയിലിന് ഇത് വാങ്ങാൻ കഴിയാതെ പോകുന്നത്? സ്വാഭാവികമായും ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്. ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. പക്ഷേ കുറ്റം കോൺഗ്രസിനാണ്. ഞങ്ങളാണോ ഇതെല്ലാം തടസ്സപ്പെടുത്തുന്നത്? ഇത് ചെയ്യേണ്ടത് പിണറായി വിജയനും ഈ സർക്കാരുമാണ്. പക്ഷേ ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമില്ല. സർക്കാരിൻ്റെ തീരുമാനം മുഴുവൻ കേരളയിൽ നടപ്പിലാക്കണമെന്നുള്ള വിനാശകരമായി കേരളത്തെ ബാധിക്കുന്ന, എല്ലാ തരത്തിലും ബാധിക്കുന്ന, കേരളത്തെ ഇല്ലാതാക്കുന്ന ഈ പദ്ധതിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ സൈക്കിളിലേക്ക് വീണ്ടും വന്നാലേ, ഈ സൈക്കിൾ ചവിട്ട് നേരത്തെ, അതായത് സൈക്കിൾ ഓടിക്കാൻ നേരത്തെ തന്നെ പഠിച്ചിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു? ചെറുപ്പം മുതലേ സൈക്കിൾ ഒരു ഹരമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സൈക്കിൾ ചവിട്ടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലായിരുന്നു. 7ാം ക്ലാസ് മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, നാട്ടിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയത് സൈക്കിളിൽ തന്നെയായിരുന്നു. അപ്പോൾ സൈക്കിള് പിന്നീട് കോളേജും മറ്റതൊക്കെ ആയി മാറിയപ്പോൾ സൈക്കിൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ സൈക്കിളിലേക്ക് തന്നെ തിരിച്ചു വരണം. 1 പൊല്യൂഷൻ, 2 ശരീരത്തിൻ്റെ ആരോഗ്യം, 3 നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പുകളിലേക്കും മറ്റുമൊക്കെ പോകുന്നതിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് കുറച്ചുകൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ സൈക്കിളെല്ലാം ചവിട്ടി നാഷണൽ ഹൈവേയിലൂടെ അല്ലെങ്കിൽ പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ ഒന്നും പോകാൻ സാധിക്കില്ല. ഇതിന് പോകാവുന്ന, സൈക്കിളിൽ സഞ്ചരിക്കാവുന്ന വഴികൾ കൂടി നമ്മൾക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കൊച്ചി പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരമായി മാറുന്ന സ്ഥലത്ത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികളെല്ലാം നടക്കുന്നത് ദീർഘവീക്ഷണത്തോടുകൂടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും മുൻകൈയെടുത്ത് ചെയ്യേണ്ടതുമാണ്. അതാണ് സൈക്കിൾ യാത്ര ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ SA നിതിനൊപ്പം സനോജ് സുരേന്ദ്രൻ, News 18 കൊച്ചി.
പെട്രോൾ വില വർധനയും എന്തായാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആരംഭങ്ങൾക്കിടെ സംസ്ഥാനത്തെ 42 തദ്ദേശ വാർഡുകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ്, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. 2 കോർപ്പറേഷൻ, 7 മുനിസിപ്പാലിറ്റി, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി 182 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെ വോട്ടെടുപ്പ് നടക്കും. മറ്റന്നാൾ രാവിലെ 10-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വീണ്ടും വാർത്തകളിലേക്ക്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ പള്ളിയിലുണ്ടായ വെടിവയ്പിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയവർക്ക് നേരെയാണ് അക്രമി വെടിയുതിർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂയോർക്കിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പിന്റെ ഞെട്ടൽ മാറും മുൻപാണ് അമേരിക്കയിൽ വീണ്ടും വെടിവയ്പുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നേപ്പാൾ സന്ദർശിക്കും. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിൽ നടക്കുന്ന ബുദ്ധജയന്തി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. യുപിയിലെ കുശിനഗറിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ലുംബിനിയിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബെ സ്വീകരിക്കും. ലുംബിനിയിലെ മായാദേവി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തും. കേന്ദ്ര സർക്കാർ സഹായത്തോടെ നിർമ്മിക്കുന്ന ബുദ്ധ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മോദി നിർവഹിക്കും. ലുംബിനിയിലെ അശോകസ്തംഭവും മോദി സന്ദർശിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ 5 ദിവസത്തെ കരീബിയൻ സന്ദർശനം തുടങ്ങി. ജമൈക്ക, സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനാഡിൻ എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തും. ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ആദ്യമാണ്. ജമൈക്കയിലെത്തിയ രാഷ്ട്രപതിയെയും ഭാര്യ സവിത കോവിന്ദിനെയും ജമൈക്കൻ പ്രസിഡന്റ് ജനറൽ പാട്രിക് അലൈൻ അടക്കമുള്ള പ്രമുഖർ സ്വീകരിച്ചു. ജമൈക്കയുടെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കൂടിയാണ് രാംനാഥ് കോവിന്ദിന്റെ സന്ദർശനം. അസമിൽ പ്രളയക്കെടുതി തുടരുന്നു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നായി 57,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 222 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചത്. 10,321 ഹെക്ടർ കൃഷി വെള്ളത്തിനടിയിലായി. 202 വീടുകൾ തകർന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മികച്ച കളക്ഷനുമായി KSRTC സ്വിഫ്റ്റ്. ഒരു മാസം 549 ട്രിപ്പിൽ കളക്ഷൻ 3 കോടി കടന്നു. 549 ബസ്സുകൾ, 55,775 യാത്രക്കാർ, 1078 ട്രിപ്പുകൾ. ഒരു യാത്രയിൽ ശരാശരി 50-ലധികം പേർ. കളക്ഷൻ 3,01,62,808 രൂപ. ഒരു മാസം പിന്നിടുമ്പോൾ സ്വിഫ്റ്റ് ബസ് മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ്. ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭം കുറവാണെങ്കിലും ആദ്യ മാസം തന്നെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ സ്വിഫ്റ്റ് ബസ്സുകൾക്കായി. AC സീറ്റർ, നോൺ AC സീറ്റർ, AC സ്ലീപ്പർ എന്നീ വിഭാഗത്തിലുള്ള സ്വിഫ്റ്റ് ബസ്സുകളാണ് സംസ്ഥാനത്തിന് പുറത്തും അകത്തും സർവീസ് നടത്തുന്നത്. നോൺ AC വിഭാഗത്തിൽ 17 സർവീസും, AC സീറ്റർ വിഭാഗത്തിൽ 5 സർവീസും, AC സ്ലീപ്പർ വിഭാഗത്തിൽ 4 സർവീസുകളുമാണ് ദിനംപ്രതിയുള്ളത്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ 2 ട്രിപ്പും, കണിയാപുരം ബംഗളൂരു, തിരുവനന്തപുരം ബംഗളൂരു എന്നിങ്ങനെ ഓരോ ട്രിപ്പുമാണ് സ്വിഫ്റ്റ് AC സ്ലീപ്പർ ബസ് ഒരു ദിവസം ഓടുന്നത്. സ്ലീപ്പർ ബസ്സുകളിൽ ഭൂരിഭാഗം ദിവസവും ടിക്കറ്റ് ഫുള്ളാണ്. കൂടുതൽ കളക്ഷൻ നേടിയതും ഈ ബസ്സുകൾ തന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുസ്തി ആരവങ്ങളിൽ നാടുണർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കെല്ലാം. ഗൃഹാതുരത്വമുണർത്തുന്ന ആ നല്ല നാളുകളെ തിരികെ കൊണ്ടുവരാൻ ഗോതയൊരുക്കി വീരന്മാരെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ തിരുമല. ഇത്തവണ ഗോത ഒരുങ്ങിയത് തിരുമലയിലാണ്. ഗോതയിലേക്ക് ഇറങ്ങുന്നവരെ പരിചയപ്പെടാം. ഇവിടെ മഴ തിമിർക്കുകയാണ്.
മല്ലന്മാർക്കെന്ത് മഴയും വെയിലും. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായി നടക്കുന്ന ഗുസ്തി മത്സരം. ആവേശം കടുത്തപ്പോൾ മലർത്തിയടിയട, വാരിക്കുത്തട എന്നൊക്കെയായി കാണികൾ. '80കളിലും 90കളിലും ഗുസ്തി ഒരു വിനോദത്തിനപ്പുറം സ്വന്തം ജീവിതം തന്നെയാക്കി മാറ്റിയിരുന്നവരാണ് തിരുമലക്കാർ. നിരവധി ഗുസ്തിക്കാരെ സംഭാവന ചെയ്ത നാട്. ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ 27 വർഷം ചാമ്പ്യനായിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. ഗുസ്തി എന്ന് പറയുമ്പോൾ മല്ലയുദ്ധം എന്നാണ് അവർ ശരിക്കും പറയുന്നത്. 2 മല്ലന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് മല്ലയുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവേശം അത് ഇന്നും നിലനിൽക്കുന്നു. അത് നമുക്ക് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോൾ ഇവിടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളറിയാതെ ചാടി എണീറ്റു മലർത്തിയടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. എസ് സുശീലൻ നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചത്. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. अरे सोनिया आ ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SSRN ന്യൂസ് 18. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമ്മ തോമസ് ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായാണ് ഉമ്മ തോമസ് എത്തിയത്. നേരത്തെ പെരുന്നയിലും ഉമ്മ തോമസ് സന്ദർശനം നടത്തിയിരുന്നു. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമ്മ തോമസ് ശിവഗിരിയിലെത്തിയിരിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് ഉമ്മ തോമസ് എത്തിയത്. VV വിനോദ് ഉണ്ട് അവിടെ. വിനോദ്, 3ാം റൗണ്ടിലേക്ക് പ്രചാരണം എത്തുന്നു. വലിയ തിരക്കുകൾക്കിടയിലാണ് ശിവഗിരിയിലെത്തി കൂടിക്കാഴ്ച നടത്താനായി ഉമ്മ തോമസ് എത്തിയിരിക്കുന്നത്. ആരെയൊക്കെയാണ് കാണുന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഉമ്മ തോമസ് ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്വാമിമാരുമായുള്ള സന്യാസിമാരുമായുള്ള കൂടിക്കാഴ്ചയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായി പ്രാഥമികമായി ഒരു കൂടിക്കാഴ്ച നടത്തി ശിവഗിരി സമാധി സന്ദർശിച്ച് അവിടെ ദർശനം നടത്തിയ ശേഷമായിരിക്കും ഇനിയുള്ള കൂടുതൽ വിശദമായ ചർച്ച. ഇന്ന് പുലർച്ചെ തന്നെ ഇവിടേക്ക് ഉമ്മ തോമസ് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഈ സന്യാസിവര്യന്മാരുമായുള്ള കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഏറ്റവും സുപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രചരണത്തിന്റെ മറ്റൊരു ഘട്ടം, പരസ്യ പ്രചരണം അല്ലെങ്കിൽ വാഹന പ്രചരണം പോലുള്ള ഒരു നടപടിയിലേക്ക് പ്രചരണ പരിപാടി കടക്കുകയാണ്. നമ്മൾ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം തേടാമെന്ന് കരുതുന്നു. ഇപ്പോൾ സമാധി ദർശനം നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണത്തിലേക്ക് സ്ഥാനാർത്ഥി കടക്കുക. ഏതായിരുന്നാലും ഇന്ന് പ്രചരണ പരിപാടികൾ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. വലിയ വാശിയേറിയ മത്സരം നടക്കുന്നതിനിടയിലാണ് ഉമ്മ തോമസ് ഇന്നിപ്പോൾ ശിവഗിരിയിലേക്ക് എത്തിയിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ മഠത്തിൽ തന്നെ മറ്റ് സന്യാസി വര്യന്മാരുണ്ട്. അവരുമായൊക്കെയും സ്നേഹാന്വേഷണം നടത്തിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവിടെ സമയം ചെലവഴിക്കുന്നത്. മഹാസമാധിയിൽ ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായുള്ള വിശദമായ ഒരു കൂടിക്കാഴ്ച. ഏതായിരുന്നാലും ഇന്ന് പുലർച്ചെ തന്നെ ഉമ്മ തോമസ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ സന്യാസിമാരുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ ശിവഗിരിയിലെ സമാധി ശ്രീനാരായണ സമാധി
സ്ഥലം അവിടെ ദർശനം നടത്തിയ ശേഷമായിരിക്കും സ്വാമി സച്ചിദാനന്ദയുമായുള്ള കൂടിക്കാഴ്ച. UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. വിനോദ്, പെരുന്നയിലും നേരത്തെ ഉമാ തോമസ് സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞത് സുകുമാരൻ നായർ പിതൃതുല്യനായ വ്യക്തിയാണ്, അതുകൊണ്ട് പോയി എന്നാണ്. ഇവിടത്തേക്കുള്ള സന്ദർശനം, ശിവഗിരി സന്ദർശനം ഈ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യമിട്ട് തന്നെയാണോ? അങ്ങനെ ഒരു പിന്തുണ തേടിയാണോ? തീർച്ചയായും അങ്ങനെ ഈ ഒരു ഘട്ടത്തിലെ ഈ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് UDF സ്ഥാനാർത്ഥി ശിവഗിരിയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാമിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. നേരത്തെ പെരുന്നയിൽ സന്ദർശനം നടത്തിയിരുന്നു. സഭയുമായി ബന്ധപ്പെട്ട്, അതായത് സഭയുടെ സ്ഥാനാർത്ഥിയാണ് ഇടത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലൊക്കെയും ആക്ഷേപങ്ങളും ചില പരാമർശങ്ങളും ഒക്കെയും ഉണ്ടായെങ്കിലും അതൊന്നും UDF സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിൽ വിവാദമാകുന്ന പരാമർശത്തിലേക്കോ അങ്ങനെ ഒരു നിലപാടിലേക്കോ ഒന്നും പോയിരുന്നില്ല. സഭാ നേതൃത്വവുമായും ചർച്ച നടത്തി, പെരുന്നയിലും ചർച്ച നടത്തി. ഇപ്പോൾ ശിവഗിരിയിലും സ്ഥാനാർത്ഥി എത്തുമ്പോൾ അത് ഈ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. സ്വാഭാവികമായും എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ തേടുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ സന്ദർശനത്തിലുള്ളത്. ഉമാ തോമസ് അല്പസമയത്തിനുള്ളിൽ സമാധിയിൽ ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ മുതിർന്ന സന്യാസിമാരും അതോടൊപ്പം തന്നെ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായുള്ള ചർച്ച നടത്തുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക്, അതായത് പ്രചരണ യാത്ര ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ്. വാഹന പ്രചരണം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. KPCC അധ്യക്ഷനാണ് ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇപ്പോൾ ഉമാ തോമസ് സമാധി സ്ഥലത്തേക്ക് പോവുകയാണ്. തീർച്ചയായും മണ്ഡല പര്യടനം ആരംഭിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ നടത്തുന്ന ഒരു സന്ദർശനമാണ്. വളരെ പുലർച്ചെ തന്നെ എത്തി ഹോട്ടൽ തങ്ങി ഇപ്പോൾ ശിവഗിരിയിലെത്തി സന്യാസിവര്യരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഉമാ തോമസ്. അവിടെ നിന്നും ഉമാ തോമസ് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സമാധിയിലേക്ക് പോയി അവിടെ സന്ദർശനം നടത്തിയതിന് ശേഷം തിരിച്ചെത്തി കൂടുതൽ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നറിയുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ശിവഗിരിയിലെത്തി സന്യാസിവര്യരുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഉമാ തോമസ് എന്ന പ്രസക്തി ഈ വരവിനെ സംബന്ധിച്ച് ഉണ്ട്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് ജില്ലയിലെ